ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഒന്നുപോലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ടോട്ടലി യുണീക്ക് മേക്കിംഗ് കൊണ്ടും ടോട്ടലി എല്ലാം കൊണ്ടും യുണീക്കായിട്ടുള്ള ഒരു മികച്ച സൃഷ്ടി തന്നെയാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിലെത്തിയ പൃഥ്വിരാജ് തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ആടുജീവിതം എന്ന സിനിമ. എന്താ പടം! അപ്പം ഞാനതിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഒരു ഹിറ്റായ ഒരു സാധനത്തിനെ ഒരു വിഷ്വൽ സംഭവത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ, ഒരു പേപ്പറിലുള്ള സാധനത്തിനെ സ്ക്രീനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുക, എത്രത്തോളം ഇമ്പാക്റ്റ് ആ സിനിമയ്ക്ക് തരാൻ സാധിക്കും എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ മേക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടറടിച്ച് പോകുന്ന പോലത്തെയുള്ള ഗംഭീര ഒരു ഡയറക്ഷനും ആർട്ട് വർക്കായാലും ലൊക്കേഷൻസ് ആയാലും ക്യാമറ ആയാലും മ്യൂസിക് ആയാലും റഹ്മാൻ്റെ മ്യൂസിക് ആയാലും പിന്നെ അതിൻ്റെ കൂടെ പൃഥ്വിരാജിൻ്റെ കിടിലൻ ബോഡി ട്രാൻസ്ഫോർമേഷനും പ്ലസ് പുള്ളിയുടെ അഭിനയം കൂടി ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ പടം. പടത്തിൻ്റെ ലൊക്കേഷൻസ് കിട്ടില്ലാണ്. കാര്യം വെറുതെ പ്ലെയിൻ മരുഭൂമി മാത്രമല്ല, നമുക്ക് മരുഭൂമിയുടെ അകത്ത് തന്നെ കുറേ ഹില്ലുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മണൽ കൂനകളൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ അടുത്തൊരു പടത്തിലും നമ്മൾ ഇത്ര മനോഹരമായിട്ട് മരുഭൂമി നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ മരുഭൂമിയുടെ വന്യതയും അതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും എല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് നജീബും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, അതേപോലെ തന്നെ അറ്റ് ദ പീക്കിൽ തന്നെ നമ്മൾ പ്രേക്ഷകർക്കും തിയേറ്ററിലിരുന്ന് അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മരുഭൂമിയുടെ സീനുകൾ കാണിച്ച് നമ്മളെ മൊത്തം ഒരു ഡ്രൈ അവസ്ഥയിൽ ഇരുത്തിയിട്ട് പെട്ടെന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ നദികളും പിന്നെ പച്ചപ്പും ഒക്കെ കാണിച്ച് പുഴയിലിറങ്ങി മണൽ വരുന്ന സീനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു മാജിക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിൽ ചില ഷോട്ടൊക്കെ ഉണ്ട്, മരുഭൂമിയിൽ വെള്ളം ഒഴുകണ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴുകുന്ന സീൻ പിന്നെ അത് വലുതാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ നജീബിൻ്റെ നാട്ടിലെ പുഴയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് VFX സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. VFXൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ പാമ്പിൻ്റെ സീനുണ്ട്, പിന്നെ സാൻഡ് സ്റ്റോം ഉണ്ട്, പിന്നെ കുറേ കഴുകന്മാരെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇതൊക്കെ VFX ഗംഭീരമായിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി തന്നെയാണ്. കഴുകൻ്റെ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് VFX ആണ് എന്നുള്ളത്. പക്ഷേ എങ്കിലും ഒരു 95% പെർഫെക്ഷൻ ആ സീനിലൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു മലയാള പടത്തിനാണ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, സിനിമയിൽ അറബി സംസാരിക്കുന്ന ഭാഗങ്ങളിൽ നജീബിന് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പുള്ളിക്ക് അറബി ഒട്ടും അറിയില്ല സിനിമയിൽ. അപ്പോൾ പല കാര്യങ്ങളും നജീബിന് മനസ്സിലാവാത്ത സാധനങ്ങൾക്കൊന്നും ഡയറക്ടർ ഈ സിനിമയിൽ സബ് ടൈറ്റിൽ ഉപയോഗിച്ചിട്ടില്ല. അതായത് നജീബിന് മനസ്സിലാവാതിരിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രേക്ഷകർക്കും ആ അറബി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാത്ത അവസ്ഥ. നജീബിന് മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നജീബ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് ഡയറക്ടർക്ക് തോന്നിയ സംഭവങ്ങൾക്ക് മാത്രമേ സബ് ടൈറ്റിൽസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നജീബിന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്കും മനസ്സിലാകുന്നുണ്ട്, നജീബിന് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്കും മനസ്സിലാകുന്നില്ല. അത് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ടൂള് തന്നെയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അത് ആരുടെ ഐഡിയ ആണെന്നുണ്ടെങ്കിലും ഹാറ്റ്സ് ഓഫ്. തീർച്ചയായിട്ടും പടത്തിൽ എടുത്തു പറയേണ്ടത് സിനിമയുടെ ഡയറക്ഷൻ തന്നെയാണ്. ഏത് വിജയപടത്തിനും ഞാൻ എപ്പോഴും പ്രശംസിക്കുക അതിലെ ഡയറക്ഷൻ തന്നെയായിരിക്കും. ഇതിലും അതേപോലെ തന്നെയാണ്. പ്ലസ് അതിനോടൊപ്പം തന്നെ അത്രയും ഫീല് നമുക്ക് ലഭിക്കാൻ മെയിൻ കാരണക്കാരനും പൃഥ്വിരാജിൻ്റെ അഭിനയം തന്നെയാണ്. നമുക്ക് ഈ സിനിമയിൽ പൃഥ്വിരാജിനെ ഒട്ടും കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ പുള്ളിയുടെ മുൻപത്തെ ജനഗണമന സിനിമയിലൊക്കെ പുള്ളിയുടെ അഭിനയത്തിന് ഞാൻ അത്ര വലിയ ഗംഭീരമായിട്ടൊന്നും ഞാൻ പ്രശംസിച്ചിട്ടില്ല. കാരണം എനിക്കതിലൊക്കെ കുറേ നമുക്ക് പൃഥ്വിരാജ് എലമെൻറ്റുകൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ നജീബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ അത് ആ ഒരു ആടുകളുമായിട്ട് ജീവിച്ച് ആ ഒരു ആടുജീവിതമായി കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ വരുന്ന ചില എക്സ്പ്രഷൻസ് നമുക്ക് എവിടേക്കോ നമ്മളുടെ ആ ഒരു പണ്ടത്തെ പൊന്തന്മാട അല്ലെങ്കിൽ സൂര്യമാനസം ആ ഒരു ടച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതുമായിട്ട് ഒരിക്കലും കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ടോട്ടലി യൂണീക്ക് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ അത്തരം ഒരു പല മാനറിസങ്ങളും പൃഥ്വിരാജിൻ്റെ മുഖത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നിന്ന് നമുക്ക് കണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയാലും തുടക്കം കാണിക്കുമ്പോൾ ചെറിയ കുടവയറൊക്കെയുള്ള നല്ല സൈസായിട്ടുള്ള പൃഥ്വിരാജിനെയാണ് നമ്മൾ കാണുക. പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് കുറച്ച് ആളുകൾക്ക് ശേഷം അവിടെ മരുഭൂമിയിൽ വെച്ച് അദ്ദേഹം ഡ്രസ്സ് മാറുന്ന ഒരു സീനുണ്ട്. അതിൽ ശരിക്കും നമ്മൾ ആ സീൻ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത്ര ഗംഭീര ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്.
സിനിമയിലെ സംവിധായകൻ ബ്ലസ്സി ഇത്രയും വർഷം ഈ സിനിമയുടെ പിന്നാലെ നടന്ന് എത്രത്തോളം കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ രാജുവേട്ടനും ആ പടത്തിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആ ഒരു സപ്പോർട്ട് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം സിനിമയുടെ ക്ലൈമാക്സിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അല്ലാതെ പിന്നീട് നാട്ടിലുള്ള ക്യാരക്ടേഴ്സിനെ ആരെയും കാണിക്കുന്നില്ല. കാരണം തുടക്കത്തെ സീനുകളിൽ പൃഥ്വിരാജ് തടിയുള്ള പൃഥ്വിരാജാണ്. ആ സീനിൽ നാട്ടിലെ കാര്യങ്ങളൊക്കെ നാട്ടിലെ എല്ലാവരും ഭാര്യ അമല പോളുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലേക്കുള്ള സീൻ അതെന്താണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ആ സിനിമയിൽ ക്ലൈമാക്സിൽ ഇവരുടെ ഫാമിലീനെ ആരെയും കാണിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഡേറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിപ്പോൾ സിനിമയിൽ മനഃപൂർവ്വം ഡയറക്ടർ അവരുടെ അൺഅവൈലബിലിറ്റി കൊണ്ട് കട്ടാക്കി മാറ്റിയതാണോ അല്ലെങ്കിൽ ആ സീനുകൾ ഒഴിവാക്കിയതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പൃഥ്വിരാജിനെ പോലെ തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ഒരു സുഹൃത്തായിട്ട് വരുന്ന ഒരു കഥാപാത്രം കൂടിയുണ്ട്. അദ്ദേഹം ഓൾറെഡി മെലിഞ്ഞ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇതിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അദ്ദേഹവും തുടക്കമൊക്കെ നമുക്ക് അത്ര വലിയ ഒരു ആവറേജ് അഭിനയം എന്നുള്ള രീതിയിൽ ഒതുങ്ങിപ്പോയി. പക്ഷേ ക്ലൈമാക്സിനോട് അടുത്തുള്ള സീനിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വാസ് ഓസം. അപ്പോൾ ആ വിഷ്വൽസും അദ്ദേഹത്തിൻ്റെ അഭിനയവും പിന്നെ ലൊക്കേഷനും പിന്നെ ബ്ലസ്സിയുടെ ഡയറക്ഷനും കൂടെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കും ആ കോസ്റ്റ്യൂമും എല്ലാം കൊണ്ട് ഒരു സൂപ്പർബ് ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ. പിന്നെ അഭിനയം ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും പൃഥ്വിരാജിന് നാഷണൽ അവാർഡൊന്നും കിട്ടാൻ പോണില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ മറ്റേ സവർക്കറുടെ കഥ പറയണ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് സ്വതന്ത്ര വീർ സവർക്കർ എന്നും പറഞ്ഞ് അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. പടത്തിന് വലിയ കളക്ഷനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആവറേജ് റിവ്യൂസൊക്കെയാണ് പടത്തിന് വരുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടുമില്ല. അതിൽ നായകനായിട്ട് വരുന്ന രൺദീപ് ഹൂഡ പുള്ളിയും ഇങ്ങനെ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ബോഡിയൊക്കെ ഒരുപാട് കുറച്ച് സംഭവമൊക്കെ ആക്കി വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയം അത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സിനിമ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പടം നല്ല അഭിനയമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടിക്കോട്ടെ എന്ന് തന്നെയുള്ള ആഗ്രഹമേ എനിക്കുള്ളൂ. പക്ഷേ ആ ഒരു ക്യാരക്ടറും ആ ഒരു സിനിമയും അവിടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പൃഥ്വിരാജിന് ആ ഒരു ചാൻസ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല, ഒരു പ്രതീക്ഷയും ഇല്ല. കാര്യം ഇത്രയൊക്കെ പോസിറ്റീവ് പറഞ്ഞെന്നുണ്ടെങ്കിലും അതിൽ 1-2 ലോജിക് മിസ്സിങ്ങും എനിക്ക് അനുഭവപ്പെട്ടു. അതിൽ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിക്കോ, സ്പോയിലർ ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഇവർ മരുഭൂമിയിൽ രക്ഷപ്പെടാൻ നേരത്ത് കയ്യിൽ ഒരു നുള്ളു ഫുഡോ ഒരല്പം പോലും വെള്ളമോ കരുതുന്നില്ല. ഇത്രയും മരുഭൂമിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അങ്ങനെ പോകുന്നതിൽ എനിക്ക് എന്തോ ഒരു ലോജിക്ക് മിസ്സിങ് ഫീൽ ചെയ്തു. പിന്നെ അവരവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയും രക്ഷപ്പെടാമായിരുന്നു. കാരണം അവർക്ക് കൂടുതൽ ദൂരം താണ്ടാൻ പറ്റും, പെട്ടെന്ന് അവരുടെ ആ ഒരു പ്രമിസ് കടന്ന് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഒട്ടകത്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ. പിന്നെ ക്ഷീണിക്കില്ല. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആ ഒരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം കൂടി എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അങ്ങനത്തെ 1-2 ലോജിക് ഇഷ്യൂസും ഈ പടത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. അതെനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. പക്ഷേ ഇതൊന്നും സിനിമയുടെ ആസ്വാദനത്തെ അത്രത്തോളം ബാധിക്കുന്നില്ല. കാരണം ഇത് നജീബിൻ്റെ റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ബ്ലസ്സിയുടെ ഒരു മാജിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാത്തവർ നിർബന്ധമായും പോയി തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലം പടമാണ്. നമ്മൾ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 9/10. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും റേറ്റിംഗും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കും. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതിന് മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ താർക്കാല്ലേ. ബൈ.